മീ ഗോപു ചിന്തുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലീവിന് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ ഈ ഇടയ്ക്ക് വന്നപ്പോഴൊക്കെയും ഓരോരോ തിരക്ക് കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് കാട്ടാക്കടയ്ക്ക് അടുത്തുള്ള ഒറ്റശേഖരമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ നാട്ടിൻപുറമാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം നമുക്ക് പോയാലോ? നമ്മൾ ഒരു പകുതിയൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല ഹെവി റെയിൻ ആയിരുന്നു കേട്ടോ. ഭയങ്കര മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡ് കാണാൻ പറ്റാതെ അത്രയും മഴയായിരുന്നു. അപ്പോൾ നമ്മൾ എൻ്റെ വീടെത്താറായപ്പോഴത്തേക്കും മഴയൊക്കെ തോർന്നു. ഒരു ഉച്ച കഴിഞ്ഞ് കേട്ടോ, ഒരു 2:30 ആയി നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മയടുത്ത് നമ്മൾ ചെന്ന പാടെ ചോറെടുക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ അമ്മ നല്ല സാമ്പാറും പപ്പടത്തോരനും നെത്തോലി പൊരിച്ചതും വെച്ചതും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ചോറൊക്കെ കഴിച്ചു. അത് എനിക്ക് കിടന്നൊക്കെ ഉറങ്ങി. വൈകിട്ടായപ്പോഴത്തേക്കും ചായയൊക്കെ കുടിച്ചൊന്നും മുറ്റത്തോട്ട് ഇറങ്ങി കേട്ടോ. മുറ്റത്തിറങ്ങിയപ്പോഴത്തേക്കും അമ്മ കുറേ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയൊക്കെ ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീടിനകത്ത് കയറിയപ്പോഴത്തേക്കും ചിഞ്ചേട്ടൻ പറഞ്ഞു ചെറിയൊരു ഹോം ടൂറൊക്കെ സെറ്റ് ചെയ്യാമെന്ന്. പക്ഷേ പിന്നീട് അത് പകുതിക്ക് വെച്ച് ഫ്ലോപ്പായി. അപ്പോൾ ചിഞ്ചേട്ടൻ എടുത്ത ക്ലിപ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ കേട്ടോ. ചിഞ്ചേട്ടൻ ആദ്യം ഷോക്കേസ് ടൂറാണെന്ന് തോന്നുന്നു ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കല്യാണ ഫോട്ടോയും പഴയ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുഞ്ഞൂട്ടൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ എൻ്റെ ചേച്ചിയുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ അതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ മുകളിൽ നമ്മുടെ കല്യാണ ഫോട്ടോയാണ് കേട്ടോ. ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, ഒറ്റശേഖരമംഗലത്ത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മലപ്പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അമ്മയോട് ഒരു കുട്ടി ഗാർഡനൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയപ്പോൾ ഒരു കുട്ടി ഗാർഡനായിരുന്നു. കാരണം നമ്മൾ മുറ്റത്ത് കുറച്ച് സ്പേസേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പം ആ ഉള്ള സ്പേസിൽ അമ്മ ഇപ്പോൾ ആ ഗാർഡൻ കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ അതൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ കാണാനാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ട്. വരും. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഇതിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇത് ഡെൻഡ്രോബിയം എന്ന് പറയും ഈ ഒരു ഓർക്കിഡിൻ്റെ പേര്. അപ്പം ഇതിൻ്റെ പൂക്കളുണ്ടോ ഭയങ്കര നല്ല ഒരു വൈറ്റ് കളർ കൂടെ മിക്സ് ചെയ്തൊക്കെ വരുന്ന ഒരു കളറാണ്. നല്ല ഷെയ്ഡ്. ഇവിടെ ഈ ഒരു ഓർക്കിഡിൽ നല്ല ഡാർക്കർ ഷെയ്ഡായിട്ടുള്ള പൂക്കളാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്. നല്ലൊരു ഗ്രേപ്പിൻ്റെ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് ഈ ഒരു ഓർക്കിഡിൽ കുറച്ച് ലൈറ്റ് വൈറ്റും ഒരു വൈലറ്റും കൂടെയൊക്കെ മിക്സ് ചെയ്ത നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഓർക്കിഡുകളുടെ പൂക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു 3 മാസത്തേക്കെങ്കിലും വാടാതെ നിൽക്കും. അമ്മ ഇതൊരു 4-5 തൈകളൊക്കെ വാങ്ങിച്ച് പല സെറ്റുകളായിട്ടൊക്കെ അറേഞ്ച് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ചെടിച്ചട്ടിയുടെ മീതെ ഒരു ചെറിയ പൈപ്പ് വെച്ച ശേഷം അതിലിതാ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ കുറേ ഓർക്കിഡുകൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഓർക്കിഡുകളിൽ നമ്മൾ മണ്ണിനേക്കാളും ചകിരികളും കരിക്കട്ടകളും കൂടെയൊക്കെ ഇട്ടാണ് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ ഈ ഓർക്കിഡുകൾ നടുന്നത് ചകിരിയും കരിക്കട്ടയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ക്ലേ ബോൾസും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മിറ്റമൊക്കെ വളരെ കുറവാണ്, സ്പേസ് ഒന്നും ഇല്ലാത്തവർക്ക് ഈ രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ ഓർക്കിഡുകൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതായത് അമ്മ ചെയ്തേക്കുന്നത് ഇങ്ങനെ ഒരു ചെടിച്ചട്ടിയുടെ മുകളിൽ മണ്ണൊക്കെ വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പൈപ്പ് നിർത്തിയ ശേഷം അതിന് ചുറ്റും ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കളർ, പച്ച കളർ, ഇങ്ങനെ നീല കളർ, ഇങ്ങനെ പല കളറിലുള്ള ഇതുപോലത്തെ നെറ്റിൻ്റെ ഇത് കിട്ടുമല്ലോ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതിങ്ങനെ ചുറ്റിയ ശേഷം അതിലേക്ക് ഒരുപാട് നമുക്ക് ഈ പച്ച കളർ കൂട് പോലത്തെ സാധനം ഇങ്ങനെ കിട്ടും കേട്ടോ, കോൺ ഷേപ്പിൽ. അതിങ്ങനെ ഹാങ് ചെയ്ത് അതിൽ നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ ഇങ്ങനെ അതിന് ചുറ്റും ഇതുപോലെ കെട്ടി തൂക്കിയൊക്കെ ഇടാൻ പറ്റും കേട്ടോ. ഇപ്പോൾ മിറ്റമൊന്നുമില്ല, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മാത്രമല്ല ഇതിന് പൂ വന്നു കഴിഞ്ഞാൽ അത് ഒരു ഏകദേശം 10-30 ദിവസത്തോളം വാടാതെ നിൽക്കുന്നത് കൊണ്ട് അത് കാണാൻ ഭയങ്കര ഭംഗിയുമാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് മണവും ഇല്ല, നമുക്ക് വേറെ യൂസൊന്നും ഇല്ല. എന്നിരുന്നാലും അത് നമുക്ക് കാഴ്ചയ്ക്ക് ഭയങ്കര മനോഹരമാണ്. പിന്നെ ഇതുപോലെ കുറേ അമ്മ ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പൈപ്പ് 2 സൈഡിലും ഇങ്ങനെ ചെടിച്ചട്ടിയിൽ ഊന്ന് നിർത്തിയ ശേഷം അതിന് കുറുകെ ഇതുപോലൊരു കുട്ടി കമ്പിയൊക്കെ കൊടുത്ത് അതിലേക്ക് ഇങ്ങനത്തെ ഹാങ്ങിങ് ആയിട്ടുള്ള ചെടിച്ചട്ടികളുണ്ടല്ലോ, അത് വാങ്ങിച്ച് അതിലേക്ക് ഇങ്ങനെ ഓർക്കിഡ് സെറ്റ് ചെയ്ത് കുറേ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം മുറ്റത്തിൻ്റെ ഇടത് സൈഡിലും വലത് സൈഡിലും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കുറേ തറയിൽ നിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ പല തരത്തിൽ പല വെറൈറ്റി ഓർക്കിഡുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞു മുറ്റത്ത് ഇങ്ങനെ അടുക്കി ചെടികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നല്ല രീതിയിലൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീലാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് മുറ്റത്തിറങ്ങി നടക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ.
അപ്പോൾ നമ്മൾ ആ സെക്ഷനിൽ കണ്ടത് മുട്ടൊക്കെ വന്ന് നിൽക്കുന്ന അടുത്തിന് പൂക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഓർക്കിഡുകളെയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് പൂക്കളൊക്കെ വന്ന ഒരു സെക്ഷനിലേക്ക് പോവാം. കണ്ടോ, ഇവിടെയും അതുപോലെ തന്നെ നല്ല ഒരു കളേഴ്സിൽ പല കളറിലും പല ഷേപ്പിലും ഒക്കെ ഉള്ള പൂക്കൾ വന്നിട്ടുണ്ട്. നല്ലൊരു യെല്ലോയും വയലറ്റും കൂടെ ഒക്കെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു ഓർക്കിഡാണ്. പിന്നെ അത് അതുപോലെ തന്നെ അതിൽ വൈറ്റ്. ഈ ഒരു സെക്ഷൻ ഒരു താഴെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു സെക്ഷൻ മൊത്തം ഫെലനോപ്സിസ് എന്ന് പറയും. അപ്പോൾ ഈ ഓർക്കിഡുകളിൽ പല വെറൈറ്റികളുണ്ട് കേട്ടോ. ഡെൻഡ്രോബിയം, ഫെലനോപ്സിസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിനെപ്പറ്റി അറിയില്ല കേട്ടോ. അമ്മയ്ക്കേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്തതാണ് കേട്ടോ. ഈ ഒരു വയലറ്റ് പൂവൊക്കെ വന്നിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞ് അതെല്ലാം തൊഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. പിന്നെ പുതിയ മൊട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെ ഒരു പ്രാവശ്യം പൂത്ത് കഴിഞ്ഞാലും പിന്നെ അതിൽ മൊട്ടൊക്കെ വന്നോളും. അത് കഴിഞ്ഞിട്ട് തറയിലും കുറേ വെറൈറ്റി ആയിട്ടുള്ള ഓർക്കിഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ഓർക്കിഡുകൾക്ക് മെയിനായിട്ടുണ്ടാകുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഒച്ചിൻ്റെ ആക്രമണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒച്ചൊക്കെ വരുന്ന സമയത്ത് അതിനെയൊക്കെ ഒന്ന് എടുത്തു മാറ്റി ഒച്ച് വരാതെയൊക്കെ നമ്മൾ കെയർ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒച്ച് വന്നിട്ട് ഈ ഓർക്കിഡിൽ പൂത്ത പൂവെല്ലാം കഴിച്ച് കളയും കേട്ടോ. അമ്മയ്ക്ക് പണ്ടേ ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. ഗാർഡനിങ് അമ്മയ്ക്കൊരു പാഷനാണ് കേട്ടോ. പക്ഷേ പണ്ട് നമ്മുടെ കയ്യിൽ ഇത്രയും കളക്ഷൻ ചെടികളൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഒരു വീട്ടിലൊക്കെ ഉള്ള പോലെ ഒരു റോസ, 1-2 റോസയും തെറ്റിയും പിച്ചിയും മുല്ല അങ്ങനെ കുഞ്ഞു കുറച്ച് ചെടികളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇൻ്റർലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെയും ചേച്ചിയുടെയൊക്കെ വിവാഹശേഷം അമ്മയ്ക്ക് പിന്നെ ഒറ്റയ്ക്കായല്ലോ. അപ്പോൾ അതായത് ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും സമയം പോകാൻ വേറെ വഴിയൊന്നും ഇല്ലാതെ. അപ്പോൾ അമ്മയ്ക്ക് കുക്കിങ്ങിനെക്കാളും ഗാർഡനിങ്ങാണ് അമ്മയുടെ പേഷൻ. അങ്ങനെ അമ്മ ഇതിലേക്ക് തിരിഞ്ഞേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഇങ്ങനെ യൂട്യൂബൊക്കെ കണ്ട് അങ്ങനെ ഈ ചെടികളെ പറ്റിയിട്ടൊക്കെ ഒന്നും അമ്മ മനസ്സിലാക്കാൻ തുടങ്ങി. അതായത് ഇങ്ങനെയൊക്കെ ഒന്ന് ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയല്ല, അമ്മയ്ക്ക് അതിനോട് താല്പര്യം തോന്നിയതുകൊണ്ട് അമ്മ എപ്പോഴും യൂട്യൂബിലായിരുന്നാലും കൂടുതൽ ഈ ഗാർഡനിങ്ങിൻ്റെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെയാണ് കാണാറ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ അമ്മ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം പയ്യെ ഓരോരോ ചെടികളായിട്ടൊക്കെ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ 1ആയി 2ആയി 3ആയി. അതിൽ നിന്നൊക്കെ അമ്മ പിന്നെ മാറ്റി നട്ടും അതിൻ്റെ തൈ എടുത്ത് മാറ്റി നട്ട് ഇപ്പോൾ ഇത്രയും കളക്ഷൻസ് ആയിട്ടോ ഓർക്കിഡുകളെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട് ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണോന്ന്. പക്ഷെ വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല, ഇത് അമ്മ സ്വന്തം താല്പര്യപ്രകാരം ഇത്രയും ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തൂര്യത്തിൻ്റെ ഒരു 5-6 കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രിയം എന്ന് പറയുന്നത് ഓർക്കിഡ് തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഓർക്കിഡ് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആന്തൂര്യത്തിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക്, പിന്നെ ഒരു യെല്ലോ, പിന്നെ വൈറ്റ്, അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇപ്പം ഫ്ലവേഴ്സ് വന്ന് നിൽക്കുന്നത്. പിന്നെ നമുക്ക് അമ്മയ്ക്കായിരുന്നാലും ത്രൂ ഔട്ട് ഇതിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈമില്ല കേട്ടോ. ജോലിക്കും കൂടെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ടും പിന്നെ അവധി ദിവസങ്ങളിലൊക്കെ കിട്ടുന്ന ടൈം മാത്രമാണ് ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇത് അടുത്ത് ഇനി പുതിയ ചട്ടികളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ തൈയൊക്കെ ഇളക്കി വെച്ചിരിക്കുന്നതും പുതിയ തൈകളൊക്കെ സെറ്റ് ചെയ്തൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അമ്മ വീട്ടിൽ കുറേ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്ത് ഒരുവിധമൊക്കെ സെറ്റ് ചെയ്ത് എടുത്ത ശേഷം ഇവിടുന്ന് കുറേ ചെടികൾ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. ഈ പ്ലാന്റ് വെച്ചാൽ ഭയങ്കര ഐശ്വര്യമാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചെടികൾ അവിടെ കൊണ്ടുവന്നു. അപ്പം കുറേ ഞാനും ചേട്ടനും ആ സമയത്ത് ഭയങ്കര ഗാർഡൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി. പക്ഷേ ആദ്യത്തെ ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ചേട്ടനും അത് പകുതി വഴിയിൽ വെച്ച് നിർത്തി. ഇതിലൊക്കെ നമുക്ക് വേറെ ഒരു താല്പര്യം പോരാ. നമ്മൾ നല്ല ആഴത്തിൽ നമുക്ക് താല്പര്യം വേണം, നമുക്കതിനകത്തെ സമയവും വേണം. എന്നാൽ മാത്രമേ നമുക്കിതിൽ അത്രയും നല്ല ഡെഡിക്കേഷനോടുകൂടി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്കത്രയും ടൈമും ഇല്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല, ഈ പറഞ്ഞ കണക്ക് ഇതിലേക്കെന്ന് പറഞ്ഞിരിക്കാൻ മാത്രമുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഹോബി പോലെ ഇടവേളകളിൽ മാത്രം ചെയ്യാനാണെങ്കിൽ ഓക്കെ. പക്ഷേ ചെടിക്കത് പറ്റില്ലല്ലോ, എന്നും വെള്ളവും വളവും ഒക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ. സ്നേക്ക് പ്ലാന്റിൻ്റെ കുറേ കളക്ഷനുണ്ട്. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ പൊട്ടറ്റോൻ്റെ ഒരു തൈയാണ്. നമ്മൾ വീടിൻ്റെ ബാക്ക് വശത്താണ് ഇത് നട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു കുട്ടി പേരയ്ക്കാണ് കേട്ടോ. ഈ കുട്ടി പേരയ്ക്കാണെങ്കിൽ ഇതിൽ ഇഷ്ടം പോലെ പേര കാച്ചു. ഇതെന്ത് വെറൈറ്റി ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരുപാട് ഹൈറ്റൊന്നും ഇല്ലെങ്കിലും അതിൽ ഒരുപാട് പേരയ്ക്ക വന്നിട്ടുണ്ട് കേട്ടോ. താഴത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ടല്ലോ. നമുക്കിനി ടെറസിൽ അമ്മ ചെറുതായിട്ട് എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ എന്താ നോക്കിയിട്ട് വരാം. വരും.
ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. രണ്ടിലും 1-2 പ്രാവശ്യം ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മളത് എടുത്തിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ടെറസിൽ ഇതാ ഒരു കത്തിരിത്തൈ നട്ടിട്ടുണ്ട്, കുറച്ച് ചീരകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലത്തേക്കൊക്കെ ആവശ്യത്തിന് ഇത്രയൊക്കെ ധാരാളമാണല്ലേ. അപ്പം പിന്നെ കുറച്ച് ചീര വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഒരു കുട്ടി കറിവേപ്പിൻ്റെ തൈ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഒരു ഇഞ്ചി നട്ടിട്ടുണ്ട് കേട്ടോ. പണ്ട് ടെറസിൽ കുറേയും കൂടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ മുകളിൽ കയറി വെള്ളം ഒഴിക്കാനും കാര്യങ്ങളൊക്കെ വയ്യാത്തതുകൊണ്ട് അപ്പോൾ അതൊക്കെ നല്ല കുറഞ്ഞു. അതായിപ്പം കുട്ടി കുരുമുളകും വെച്ചിട്ടുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ തൈ നിറച്ച് കുരുമുളകൊക്കെ വന്ന് നിൽപ്പുണ്ട് അത്യാവശ്യം. അപ്പോൾ നമ്മൾ പണ്ട് തക്കാളിയും പടവലവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊന്നുമില്ല. വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും വെച്ചിട്ടില്ല, അതൊക്കെ പോയി. പിന്നെ എല്ലാ ചെടിച്ചട്ടിലും എന്തൊക്കെയോ തൈ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ താഴത്തെ ആ ഒരു ഗാർഡൻ്റെ ഒരു ടോപ്പ് വ്യൂ ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ പ്രത്യേകിച്ച് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം വാരി വലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു മുകളിലായിട്ട് പിച്ചി നട്ടിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കാട് പോലെ പടർന്ന് കിടപ്പുണ്ട്. അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ അതിൽ വരാറുണ്ട്. അപ്പോൾ പിച്ചി, പിന്നെ അതാ ഫ്രണ്ടിൽ ഇതൊരു മുളയാണ് കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഭയങ്കര ഐശ്വര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കുറേ മുളകളൊക്കെ വെച്ചിട്ടുണ്ട്. ഭാഗ്യം എന്നൊക്കെ പറയുന്നുണ്ട്. മുട്ടകളൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. പിച്ചി അത്യാവശ്യം നന്നായിട്ട് പൂക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു 10-50 പൂക്കളൊക്കെ കിട്ടുന്ന രീതിയിൽ പൂക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റേതായ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തലയിൽ വെക്കാൻ കണക്കിനുള്ള പൂക്കളൊക്കെ വരുമായിരുന്നു. പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇതിനൊന്നും. ഇങ്ങനെ കാട് പോലെ പടർന്ന് കിടപ്പുണ്ട് കേട്ടോ. അത് ആ മുകളിലാണ് നട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം വൈകിട്ട് വിളക്കൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് പൂക്കളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിന്ന് പൂ കിട്ടാറുണ്ട്. പിന്നെ നല്ല റെഡ് കളറിലുള്ള തെറ്റി, അതും അത്യാവശ്യം നന്നായിട്ട് പൂക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ പൂ വരുന്ന ഒരു തെറ്റിയാണത്. പിന്നെ അതാ മണി പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റികൾ, പിന്നെ അതാ സ്നേക്ക് പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റികൾ കുറേ ഉണ്ട് കേട്ടോ. സ്നേക്ക് പ്ലാന്റിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇത് ഇസഡ് പ്ലാന്റ് എന്ന് പറയും. ഇതിൻ്റെയും കുറേ ഉണ്ട്. ഇതൊക്കെ വീട്ടിൽ വെക്കുന്നത് ഭയങ്കര ലക്കിയാണെന്നാണ് അമ്മയുടെ വിശ്വാസം കേട്ടോ. ഇതൊന്നും പൂക്കളൊന്നും വരുന്ന ചെടിയല്ല. എനിക്ക് പണ്ട് ഈ പൂക്കളൊക്കെ വരുന്ന ചെടികളോടാണ് താല്പര്യം. ഇതൊക്കെ എന്താണ്, ജസ്റ്റ് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇസഡ് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മുടെ കുറച്ച് റോസുകളാണ്. ഈ ഒരു ചെടി കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ. ഇത് വെറൈറ്റി എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഇലകളുടെ അറ്റത്താണ് പുതിയ പുതിയ തൈകൾ വരുന്നത് കേട്ടോ. എല്ലാ ഇലയുടെ അറ്റത്തും ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എല്ലാ ഇലയുടെ അറ്റത്ത് പുതിയ പുതിയ തൈകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതൊരു വെറൈറ്റിയാണ് കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഇതുപോലെ ഗാർഡനിങ് ചെയ്യാനൊക്കെ താല്പര്യമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് അമ്മ പുതിയ പുതിയ ഓർക്കിഡുകളും, അതായത് ഓൾറെഡി ഉള്ള ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ ചെടികൾ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെ അതൊക്കെ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് മണി പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റികളാണ്. പിന്നെ അത് ഏകദേശം എല്ലാം ഉണ്ട്. ശംഖുപുഷ്പം, 10 മണികൾ, തുളസി, പിന്നെന്താണ് ഏകദേശം എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മഞ്ഞൾ വരെ നട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട് കുറേ ഓർക്കിഡുകൾ. ഇതിലൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും ആ വെള്ളം വീണ് ചെവരൊക്കെ ഫുൾ പായലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 വലിയ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒരു ഇത് വാങ്ങിച്ചിട്ട് അതിൽ അമ്മ കുറേ ആമ്പലും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അതിൽ ആമ്പലും താമരയൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. ഒന്നിൽ ആമ്പലും ഒന്നിൽ താമരയാണ്. അതിൽ കുറേ ഫിഷസും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ കൊതു വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതൊക്കെ അതിൻ്റെ പ്രോപ്പർ രീതിയിൽ കെയർ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ പൂവ് വന്ന് നിൽക്കുന്നത് കാണാൻ ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അടിപൊളിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് കയറുന്ന ആ പടിയിൽ 2 എൻട്രൻസിലായിട്ട് ഇങ്ങനെ മണി പ്ലാന്റ് നിർത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് മണി പ്ലാന്റിൻ്റെ തന്നെ വെറൈറ്റികളാണ്. അതിങ്ങനെ അവിടെ നമ്മൾ ആ സിറ്റ് ഔട്ടിൻ്റെ ഇങ്ങനെ കൈവരിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മണി പ്ലാന്റിൻ്റെ തന്നെ പല പല വെറൈറ്റികൾ മണ്ണിൽ വെച്ചിട്ടും ചിലത് വെള്ളത്തിൽ വെച്ചിട്ടും ഒക്കെ പല പരീക്ഷണങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇൻഡോറിലൊരു കുട്ടി കാക്ടസ്, ഒരു കള്ളിമുൾ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പ്രത്യേകിച്ച് ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇസഡ് പ്ലാന്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സ്നേക്ക് പ്ലാന്റും ഇസഡ് പ്ലാന്റിൻ്റെയും മണി പ്ലാന്റിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതും സ്നേക്ക് പ്ലാന്റ് ആണ്. ഇനി പുറത്ത് വെച്ചിട്ട് ഐശ്വര്യം വന്നില്ലെങ്കിലോ എന്ന് കരുതിയിട്ടായിരിക്കും ഇതിൻ്റെയൊക്കെ ഓരോ സെറ്റ് അമ്മ അകത്തൂടെ വെച്ച് ഐശ്വര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മ കഠിന പ്രയത്നത്തിലാണ്.
അപ്പോൾ ഞാൻ കാണിച്ച ഈ ചെടികളൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് വാങ്ങിച്ച് അതിനെ ഇതുപോലെ മൾട്ടിപ്പിളാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല പോലെ ബിസിനസ്സും ചെയ്യാൻ പറ്റും കേട്ടോ. അതിനായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇത് നല്ലൊരു ബിസിനസ്സാണ്. പക്ഷേ അമ്മയ്ക്ക് ഇത് വെച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊന്നും താല്പര്യമില്ല. ഇത് അമ്മയ്ക്ക് ഇതെല്ലാം വേണം. ഇതൊന്നും ആർക്കും കൊടുക്കുന്നതോ ആരും എടുത്തുകൊണ്ട് പോകുന്നതോ നമുക്ക് തീരെ ഇഷ്ടമില്ല. പിന്നെ എനിക്കും ചേച്ചിക്കും ചിലപ്പോൾ 1-2 തരും, അല്ലാതെ അമ്മ പുറത്ത് കൊടുക്കാൻ അമ്മയ്ക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ തന്നെ അമ്മ വിഷമിച്ചും സങ്കടപ്പെട്ടുമൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ആർക്കും കൊടുക്കാൻ തീരെ താല്പര്യമില്ല. അങ്ങനെ കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ബിസിനസ് ആക്കാമല്ലോ. കാരണം ഏകദേശം വിൽക്കാൻ പാകത്തിന് അത്രയും ചെടികൾ മുറ്റം നിറഞ്ഞിട്ടുണ്ട്. ബിസിനസ് ആക്കാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ച ഈ ഒരു സ്നേക്ക് പ്ലാന്റ്, ഇസൽ പ്ലാന്റ്, മണി പ്ലാന്റ്, പിന്നെ മറ്റു മുളകൾ, ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ വരുന്ന പ്ലാന്റ്സുകളല്ലല്ലോ. ഇതൊക്കെ ഒരു ഡെക്കർ പ്ലാന്റ്സുകൾ മാത്രമാണല്ലോ. പിന്നെ ഐശ്വര്യം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഓടിച്ചെന്ന് വാങ്ങുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെ അത്യാവശ്യം മിക്ക വീടുകളിലും എല്ലാവർക്കും താല്പര്യമുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് നല്ല സംഭവമാണ് എന്നെനിക്ക് തോന്നി. അമ്മയ്ക്ക് അതിനോടൊന്നും തീരെ താല്പര്യമില്ല. പിന്നെ അമ്മ ഇതൊക്കെ ഒരു സൈഡിൽ ഒരു ഹോബി, അത്രയും അമ്മയ്ക്കൊരു പാഷൻ ആയതുകൊണ്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ കുട്ടി ചെടികളൊക്കെ കണ്ടു. ഓർക്കിഡുകൾ, ആന്തൂറിയം, സ്നേക്ക് പ്ലാന്റ്, ഇസൽ പ്ലാന്റ്, മണി പ്ലാന്റ്, പിന്നെ എന്താണ് കുട്ടി സാധനങ്ങളെല്ലാം കണ്ടല്ലോ. പിച്ചി, തെറ്റി, കറ്റർവാഴ, നവരയില, അതൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ കുട്ടി അമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന കുളവും അതിലുള്ള താമര, അതിലുള്ള മീനുകൾ വരെ കണ്ടു. ഇനി നമുക്ക് മരങ്ങളെ പരിചയപ്പെടാം. ഇതാണ് വിയറ്റ്നാം ഏർലി ഗോൾഡ് പ്ലാവ്. നമ്മളിതിവിടെ കൊണ്ട് നട്ടിട്ട് 3 വർഷമായിട്ടുണ്ട് കേട്ടോ. 1500 രൂപയ്ക്ക് ഈ ഒരു പൊക്കത്തിന് വാങ്ങിച്ചതാണ്. അതായത് ഇത്രയും ഉയരത്തിലെത്തിയിട്ടുണ്ട്. നമ്മളിതിന് ഓൾറെഡി ചക്കകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും കുറേ ചക്കകൾ നിൽപ്പുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? കുറേ ചക്കകൾ നിൽപ്പുണ്ട്. ഇതിൻ്റെ ആ ഒരു തടിക്ക് വലിയ കനമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു താങ്ങൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. കണ്ടോ, മുകളിലോട്ടൊക്കെ ഒരുപാട് ചക്കകളുണ്ട്. ഞാൻ കാണിച്ചു. അപ്പം നമ്മൾ പ്ലാവ് കണ്ടല്ലോ. ഇനി നമുക്ക് റംബൂട്ടാൻ കാണാം. അതായത് നമ്മുടെ റംബൂട്ടാൻ മരം നട്ടിട്ട് 2 വർഷമായിട്ടോ. ഒരു കുട്ടി തൈ നട്ടതാണ്. അത് ഇപ്പം ഇത്രയായിട്ടുണ്ട് കേട്ടോ. എന്തായിരുന്നാലും ഒരു 1-2 വർഷം കൂടെ കഴിയുമ്പോൾ റംബൂട്ടാൻ കാച്ചു തുടങ്ങും എന്നാണ് വിശ്വാസം. കുട്ടി കറിവേപ്പില നട്ടിട്ടുണ്ട്. അത്യാവശ്യം ഇതളൊക്കെ തെളുത്ത് വരുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പം തൽക്കാലം വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ എടുക്കാൻ തികയും. അങ്ങേ അറ്റത്ത് നമ്മളൊരു തെങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാഴ, പിന്നെ ഇവിടെ തെങ്ങ് നിൽപ്പുണ്ട്. പേരെന്ന് പറഞ്ഞാൽ വലിയ പേരയായിരുന്നു കേട്ടോ. വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞത് കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് ഇപ്പം ഈ ഒരു മുട്ട പരുവത്തിലായത്. എന്നാൽ പോലും കേട്ടോ പേരയ്ക്കൊക്കെ കാറ്റുന്നുണ്ട്. കാണുന്നത് പേരയ്ക്ക. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. നമ്മളിവിടെ ഇല്ലായിരുന്നു. വന്നപ്പോഴാണ് ഇങ്ങനെ 2 തൂണൊക്കെ നിർത്തി കമ്പിയൊക്കെ കൊടുത്ത് ഇത്രയും അമ്മ ക്രിയേറ്റീവായിട്ട് ചെയ്തത്. നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. ഒരു സ്പേസും വേസ്റ്റ് ആക്കാതെ ഫുള്ള് ഇതാക്കി. ഇനി ആൾക്കാർ ഇത് നമ്മൾ ചെടിക്കട നടത്തുന്നുണ്ടോ എന്ന് വിചാരിക്കുമെന്ന് അറിയില്ല. ഒരുപാട് പേര് അമ്മയടുത്ത് വന്നത് ചെടിക്കടയാണോ ഇത് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് പണ്ടേ ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആയിരുന്നു കേട്ടോ. എവിടെ പോയാലും ഏതെങ്കിലും വീട്ടിൽ നിന്ന് 2 ചെടികളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു ക്രൈസ് ആയിരുന്നു. അപ്പോൾ ഓർക്കിഡ് അമ്മയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു ചെടിയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഓർക്കിഡാണ്. ഓർക്കിഡ് നമുക്കറിയാമല്ലോ, അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ചെടി തന്നെയാണ്. അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റും ഇസൽ പ്ലാന്റും ഒക്കെയും നമ്മളെ വീട്ടിൽ വെക്കാനും നല്ല ഐശ്വര്യമുള്ള ചെടികളാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയാലും ചെടിക്കട കണ്ട അവിടെ വണ്ടി നിർത്തിയിരിക്കും അമ്മ. എങ്ങനെയെങ്കിലും അവിടുന്ന് കുറച്ച് ചെടികൾ വാങ്ങിച്ച് ആ വണ്ടിയിൽ കുത്തി കയറ്റി നമ്മൾ അവസരം ഒരു കാട് പോലെ പറക്കുന്നെടുക്കുക. സിനിമയിൽ ബസ് വരും കണക്ക് ഒരു കാട് പോലെ ആയിരിക്കും വരുന്നത്. അങ്ങനെ ചെടി വാങ്ങിച്ചോണ്ടേ വരുള്ളൂ. അപ്പോൾ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ ഒരു ഗാർഡനിങ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ സ്നേക്ക് പ്ലാന്റ്, അതുപോലെ മണി പ്ലാന്റ്, ഇസൽ പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വീടിന് ഭയങ്കര ഐശ്വര്യമാണെന്നൊക്കെ ആരോ പറയുന്നത് കേട്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ സ്നേക്ക് പ്ലാന്റും ഇസൽ പ്ലാന്റും കൊണ്ട് തട്ടി നടക്കാൻ വയ്യാതായി. എന്തായാലും കൊള്ളാം. നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഫീലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ കോഴി ഉണ്ടായിരുന്നു അമ്മയ്ക്ക് കുറച്ച്. അപ്പോൾ കോഴികളെ തുറന്നു വിടുമ്പോൾ അമ്മയുടെ ചെടികൾ ആക്രമിക്കുന്നത് കാരണം കോഴികളെല്ലാം അമ്മ പറക്കി വിറ്റ് കളഞ്ഞു. അപ്പം എന്തായിരുന്നാലും നിങ്ങൾക്കും ഈ ഒരു ഗാർഡൻ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് അമ്മ എങ്ങനെയാണ് ഓർക്കിഡുകൾ കുറച്ച് ഓർക്കിഡുകൾ അമ്മ പർച്ചേസ് ചെയ്തതാണ്. ബാക്കി ഓർക്കിഡുകളെല്ലാം അമ്മ ഉള്ള ഓർക്കിഡിൽ നിന്ന് ഇരട്ടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ബാക്കിയൊക്കെ അമ്മേരെ സ്വന്തമായിട്ട് അമ്മ അതിനെയൊക്കെ വളർത്തി അതിൻ്റെ തൈ എടുത്ത് നട്ട് അങ്ങനെ ഇങ്ങനെ ഇത്രയും എണ്ണമാക്കി എടുത്തതാണ്. അപ്പം നമുക്ക് ഈ അമ്മ എങ്ങനെയാണ് കുറച്ച് ചെടികളിൽ നിന്നും ഇത്രയും ചെടികളിൽ എത്തിയതെന്ന് ഉള്ള ഒരു
വീഡിയോ നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് ചെയ്യാം. അതായത് ഈ ഓർക്കിഡുകൾ അല്ലെങ്കിൽ മറ്റു ചെടികളൊക്കെ എങ്ങനെയാണ് അടുത്ത തൈ എടുത്ത് നടുന്നത്, അതിനെങ്ങനെ എന്തൊക്കെ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഇങ്ങനെ നല്ല പുഷ്ടിയോടുകൂടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി ഗാർഡൻ സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു തരിക. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.